ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ട് അനാലിസിസോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ അനാലിസിസോ അല്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ സ്ക്രീനർ എന്നുള്ള ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സ്ക്രീനർ എന്ന് അടിച്ചാലും മതി. കാരണം ത്രൂ സ്ക്രീനറിലാണ് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ സ്ക്രീനർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് ഇവിടെ അടിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വെൽസ്പോൺ ലിവിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ അടിക്കുകയാണ് വെൽസ്പോൺ ലിവിങ്ങിൻ്റെ. ഇവിടെ നമുക്ക് എബോട്ട് കാണാൻ പറ്റും, കീ പോയിൻറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ ഈ എബോട്ടിൽ നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളുണ്ടാവും. കമ്പനിയുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കീ പോയിൻറ്റിൽ ഏതൊക്കെ എക്സ്പോർട്ടിങ് കാര്യങ്ങൾ എവിടേക്കൊക്കെ ഉണ്ട്, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി നിങ്ങൾ മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, അതായത് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, കറൻറ്റ് പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ സ്റ്റോക്ക് PE റേഷ്യോ എത്രയാണ്, ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്നുണ്ടോ, ROC, ROE, ഫേസ് വാല്യൂ, പെട്രിയോസ്കി സ്കോർ, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എത്രയാണ് ഡെബിറ്റ് ഉള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിയർ കമ്പാരിസണിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇതിപ്പം വെൽസ്പോൺ ലിവിങ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള എല്ലാ കമ്പനിയും, ഇപ്പോൾ റെയ്മണ്ട് ഉണ്ട്, ജിൻഡാൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടാണിത്. ആ കമ്പനികളുടെയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കമ്പനിയെക്കാട്ടിലും നല്ല ഫണ്ടമെൻ്റൽ ഉള്ളത് താഴെയുള്ള ഇപ്പോൾ റെയ്മണ്ടിലോ ജിൻഡാലിലോ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി പഠിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും ഓരോ മന്തിലെ, അതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിലെ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കംപ്ലീറ്റ് ജാതകം വരെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ഫ്ലോ, ഓരോ ഫിനാൻഷ്യൽ ഇയറിലും കമ്പനിയുടെ ക്യാഷ് ഫ്ലോ കൂടി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസംബർ 2023 70% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനുശേഷം പ്രൊമോട്ടേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, അതേമാതിരി ഫിൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, ഡിൽസിൻ്റെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ കമ്പനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളൊരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തതിന് ശേഷം, ഞാൻ ചെയ്യാറുള്ളത് മാർക്കറ്റ് ക്യാപിറ്റൽ ഒരു 5000 അല്ലെങ്കിൽ ഒരു 1000-ന് മുകളിലുള്ള കമ്പനിയെ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇതിൻ്റെ PE റേഷ്യോ ഒരു 40-45ൻ്റെയൊക്കെ അകത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ROC കൂടുതൽ പെർസെൻറ്റേജും ROE കുറവും ഉള്ളത് നല്ലതാണ്. ഇനിയിപ്പോൾ സെയിം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനി തന്നെയാണ്. മെയിനായിട്ട് ഈ പെട്രിയോസ്കി സ്കോർ എന്ന് പറയുന്ന സാധനം 7, 8, 9 ഈ 3 റേഞ്ചിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് അങ്ങനെ നോക്കാറില്ല. കാരണം പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് ഇല്ലെങ്കിലും കമ്പനി നല്ലപോലെ തന്നെ റൺ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ സൊമാറ്റോ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ റണ്ണ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാറുള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചാർട്ട് അനാലിസിസ്, അതായത് ടെക്നിക്കൽ അനാലിസിസിലോട്ട് വന്നിട്ട് അതിലൊരു ബ്രേക്ക് ഔട്ട് കണ്ടതിന് ശേഷം, അതിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റോക്ക് വാങ്ങാറുള്ളത്. അപ്പോൾ നിങ്ങളും ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കിയതിന് ശേഷം
ടെക്നിക്കൽ അനാലിസിസിലോട്ട് പോവുക. അതിൽ ചാർട്ട് അനാലിസിസിൽ നല്ല നല്ല ബ്രേക്ക് ഔട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം.